എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നെക്സ്റ്റ് അലോട്ട്മെൻറ്റ്, അതായത് ഫോർത്ത് അലോട്ട്മെൻറ്റ് ആണോ അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആണോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നതാണ് ഫോർത്ത് അലോട്ട്മെൻറ്റ്. അപ്പോൾ ഈ ഫോർത്ത് അലോട്ട്മെൻറ്റിലേക്ക് എങ്ങനെ ഓപ്ഷൻ കൊടുക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫോർത്ത് അലോട്ട്മെൻറ്റ് എന്നും അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റും എന്നൊക്കെ ഇതിന്, അതായത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള അലോട്ട്മെൻറ്റുകൾക്ക് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ആദ്യത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള ഈ ഒരു 3 അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം പിന്നീട് ഉള്ള കോളേജിൽ വരുന്ന, അതായത് പുതുതായിട്ട് വരുന്ന കോഴ്സുകളും അതുപോലെ തന്നെ ഈ ഒരു നിലവിൽ അലോട്ട്മെൻറ്റ് നടത്തപ്പെട്ടുള്ള നഴ്സിംഗ് കോഴ്സുകളുടെ ആ ഒരു വേക്കൻസിയുള്ള സീറ്റുകളിലേക്കും അലോട്ട്മെൻറ്റ് നടത്തുന്നതിനെയാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ആദ്യം നടക്കുന്നത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആണ്. ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് നിങ്ങൾ വീണ്ടും ഓപ്ഷൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലും പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഓരോ പ്രാവശ്യവും ഓപ്ഷൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി തന്നെ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷന് ഫീസ് വേണമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്. ഫീസൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് സാധാരണ ഓപ്ഷൻ കൊടുക്കുന്ന രീതിയിൽ തന്നെ ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു കാര്യമായിരുന്നു, NOC സർട്ടിഫിക്കറ്റ് ആവശ്യമാണോ, അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിലേക്ക് എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ LBSൻ്റെ തേർഡ് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷമുള്ള ആദ്യത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഈ ഒരു LBS സെൻറ്റർ NOC സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാറില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻ കൊടുക്കാനുള്ള സൗകര്യം LBS സെൻറ്റർ NOC ഇല്ലാതെ തന്നെ അനുമതി നൽകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് NOC സാധാരണഗതിയിൽ നിർബന്ധമാക്കാറില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓപ്ഷൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടും എന്ന് ഉറപ്പുള്ള കോളേജ് കോഴ്സുകൾ മാത്രമായിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എപ്പോഴാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നത് ഈ ഒരു ഓഗസ്റ്റ് ഏകദേശം ഒരു 22-ാം തീയതി, അതായത് മറ്റന്നാളോടെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ വരിക. കാരണം ഗവൺമെൻറ് അപ്രൂവ്ഡ് ചെയ്തിട്ടുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിലേക്കുള്ള ഓപ്ഷൻസ് കൂടി വരാനുണ്ട്. അതേസമയം അത് ലേറ്റ് ആവുകയാണെങ്കിൽ ബാലൻസ് ഉള്ള നഴ്സിംഗ് സീറ്റിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സായിട്ടായിരിക്കും ഫോർത്ത് അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്രമാത്രമാണ്. നിലവിൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റ് കിട്ടുകയും പിന്നീട് ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടുകയും ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ കിട്ടിയ സീറ്റ് തന്നെ മതി എന്നുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല. കാരണം സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ സീറ്റിൽ നിങ്ങൾക്ക് അഥവാ മറ്റൊരു കോളേജിലേക്ക് കിട്ടുകയാണെങ്കിൽ, മറ്റൊരു കോഴ്സിലേക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ സീറ്റ് അവിടെ ഡിലീറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ചില വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളല്ല കോളേജ് കോഴ്സായിരിക്കും. ചില വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആയിരിക്കും. ചില വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ആയിരിക്കും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥി അഡ്മിഷൻ നേടുന്നു. അങ്ങനെ അഡ്മിഷൻ നേടിയ ശേഷം വിദ്യാർത്ഥി ഇപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വന്ന സമയത്ത്, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ഫോർത്ത് അലോട്ട്മെൻറ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾ ഓപ്ഷൻ വെച്ചു എന്ന് വിചാരിക്കാം. ഇങ്ങനെ ഓപ്ഷൻ വെച്ച സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് ഒരു 5ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു MLT കോഴ്സാണെന്ന് വിചാരിക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ് MLT കോഴ്സ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ MLT കോഴ്സ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ MLT കോഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ MLT കോഴ്സ് കിട്ടിയ സമയത്ത് ഇപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലാണ് കിട്ടിയത്. ആദ്യത്തെ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥി സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് അവിടെ ഡിലീറ്റ് ചെയ്യപ്പെടുന്നതും ഇവിടെ അടുത്ത ടോക്കൺ ഫീസ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും ഈ ഒരു കോളേജിൽ നിന്നുള്ള ആ ഒരു ഡോക്യുമെൻറ്റ്സും ഫീസും ഒക്കെ എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ പിന്നീട് ആ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിലേക്ക് മാറേണ്ടതായിട്ടും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ നഴ്സിംഗ് കോളേജ് മതി എന്നുള്ള വിദ്യാർത്ഥികൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടുന്ന ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് നിർബന്ധമായിട്ട് വരും. കാരണം ആദ്യം കിട്ടിയ സീറ്റ് അവിടെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല. അതായത് ഒരു വിദ്യാർത്ഥി ചോദിച്ചതായിരുന്നു NOC സർട്ടിഫിക്കറ്റ് ഞാൻ നിലവിൽ ഒരു കോളേജിൽ നിന്ന് NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ NOC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു, എന്നാൽ എനിക്ക് ഇപ്പോൾ കിട്ടിയ കോളേജിൽ തന്നെ മതി, എനിക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല. കാരണം NOC വാങ്ങിച്ചു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾക്ക് മറ്റൊരു കോളേജ് വേണ്ട, ഇപ്പോൾ കിട്ടിയ കോളേജ് തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾ NOC വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഓപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഏതൊക്കെ കോളേജസാണ് ഉണ്ടാവുക, ഏതൊക്കെ കോഴ്സാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ എല്ലാ നഴ്സിംഗ് കോളേജസും ഉണ്ടാവും, അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ, അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസായിട്ട് കൊടുക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. ടെമ്പററി അഡ്മിഷൻ ഉണ്ടാവില്ല, പെർമനൻറ്റ് അഡ്മിഷൻ തന്നെയാണ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നീട് വരുന്ന ഓരോ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലും പിന്നീട് NOC സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. അതായത് സെക്കൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, അതായത് ഏകദേശം 5th അലോട്ട്മെൻറ്റ് മുതൽ വിദ്യാർത്ഥികൾക്ക് NOCയുടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയ കോളേജ് മതി എന്നുള്ളവർ ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി എങ്ങനെയാണ് ഇതിൽ ഓപ്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആദ്യം തന്നെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ഐഡി കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, സൈൻ ചെയ്യുക. നേരത്തെ നഴ്സിംഗ് ഓപ്ഷൻ കൊടുക്കാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിലും ഇതിൽ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട് നേരത്തെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഓപ്ഷൻ കൊടുക്കാം, അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ലോഗിൻ ചെയ്ത് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ഐഡി കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ 4th അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സാധാരണഗതിയിൽ തന്നെ കോളേജ് ഉണ്ടാകും, അതുപോലെ തന്നെ ഏത് കോഴ്സാണ് ഉണ്ടാകും, അതുപോലെ തന്നെ എത്രാമത്തെ ഓപ്ഷനായിട്ട് സെറ്റ് ചെയ്യണം, അതിനനുസരിച്ചിട്ടുള്ള ഓപ്ഷൻ, നെക്സ്റ്റ് ഓപ്ഷൻ ബട്ടൺ, അതുപോലെ തന്നെ ഡിലീറ്റ് ഓപ്ഷൻ ബട്ടൺ എന്നിങ്ങനെ എല്ലാ ഓപ്ഷനും നേടി ഇതേ രീതിയിൽ തന്നെ ഏത് കോളേജാണ്, ഏത് കോഴ്സാണ്, അതുപോലെ തന്നെ എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്, അതുപോലെ തന്നെ ഡിലീറ്റ് ഓപ്ഷൻ എന്നിങ്ങനെ എല്ലാ ഓപ്ഷനും നേടിയും ഇതേ രീതിയിൽ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണ്, കോളേജ് ഏതാണ്, അതിനനുസരിച്ച് ആ ഒരു ബോക്സിന് നേരെയുള്ള ആ ഒരു ഓപ്ഷൻ നമ്പർ കൊടുക്കാനുള്ള ബോക്സിൽ കൃത്യമായിട്ട് 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രയോറിറ്റി ബേസ് എങ്ങനെയാണോ, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഉദാഹരണത്തിന് 3ാമത്തെ കോളേജാണ് ഒന്നാമത്തേതായിട്ട് സെറ്റ് ചെയ്യുന്നത്, 1ാമത്തെ കോളേജ് രണ്ടാമത്തെ കോളേജ് 3ാമതായിട്ട് സെറ്റ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ബോക്സിൽ നമ്പർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് കോഴ്സിനാണ്, ഏത് കോളേജാണ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ ഏത് കോളേജിൽ അഡ്മിഷൻ ഫസ്റ്റ് കിട്ടണം എന്നുള്ളതാണ്, അതിനാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കോളേജ് കോഴ്സ് ഓപ്ഷൻസായിട്ട് കൊടുക്കാവുന്നതാണ്. ഓപ്ഷൻ എന്ന് വെച്ചാൽ ആ ഒരു ഓപ്ഷൻ നമ്പർ ബോക്സിൽ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഓപ്ഷൻ കൊടുക്കാനുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഓപ്ഷൻ നമ്പർ ആഡ് ചെയ്യുമെങ്കിലും അത് അങ്ങനെ ചെയ്യേണ്ടതില്ല. കാരണം ഒരു 100 കോളേജൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജ് വീണ്ടും ലോഡ് ചെയ്ത് വരും, അത് നിങ്ങൾക്ക് പിന്നീട് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ നൽകാനുള്ള ആ ഒരു ബോക്സിൽ കൃത്യമായിട്ട് നമ്പർ കൊടുക്കുക, അതിനുശേഷം അത് ഓപ്ഷൻ നമ്പർ കൊടുക്കുക. ഓപ്ഷൻ നമ്പർ 1, 2, 3 എന്ന് നിങ്ങൾക്ക് ഏത് കോളേജ് ഏത് കോഴ്സാണ് താല്പര്യമുള്ളത് പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം വേണ്ട എല്ലാവിധ കോളേജും ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻസ് ഒക്കെ സേവ് ചെയ്യപ്പെടും. ഇങ്ങനെ സേവ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിന് താഴെ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് താഴെയായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾ സെലക്ട് ചെയ്ത കോളേജ് കോഴ്സുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. കാരണം അതിൽ വരുന്ന ഓപ്ഷനുകളെ മാത്രമാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുള്ളൂ. ഇനി ഇങ്ങനെ ഓപ്ഷൻസ് അവിടെ ലിസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന സമയത്ത് നിങ്ങൾക്കൊരു കാര്യം തോന്നി, അതായത് ഇപ്പോൾ ഈ ഒരു 1ാമത്തെ ഓപ്ഷന് എനിക്ക് ഒരു 2ാമത്തെ ആ ഒരു ഓപ്ഷൻ്റെ സ്ഥാനത്ത്, 2ാമത്തെ അല്ല 3ാമത്തെ ഓപ്ഷൻ്റെ സ്ഥാനത്ത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷൻ നമ്പർ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് അതിനെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, വേറെ ഓപ്ഷനെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, ആ ഒരു ബോക്സിൽ കൃത്യമായിട്ട് അതിൻ്റെ നമ്പർ സെറ്റ് ചെയ്ത് കൊടുത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ അതിനെ ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ നമ്പർ കൊടുക്കാനുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ബാക്ക് ബട്ടൺ അടിച്ച ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻ നെക്സ്റ്റ് ഓപ്ഷനുകളായിട്ട് അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും, അതായത് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് അവസാനിക്കുന്ന ദിവസം വരെ നിങ്ങൾക്ക് ഈ രീതിയിൽ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച്
നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഓപ്ഷൻസ് നമ്പർ ബോക്സിൽ കൃത്യമായിട്ട് കൊടുത്ത് സേവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഓപ്ഷൻ സേവ് ചെയ്യാവുന്നതും സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ലിസ്റ്റിൽ നിന്നും നിങ്ങൾ നൽകിയ കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാവുന്നതും അതുപോലെ ഓപ്ഷൻ്റെ സ്ഥാനം അറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതുമാണ്. ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കേണ്ടത് നിർബന്ധമാണ്. നിർബന്ധമാണെന്ന് വെച്ചാൽ അതിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷൻ കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നില്ല, നേരത്തെ കിട്ടിയ കോളേജ് തന്നെ മതി എന്നുള്ളവർ ഓപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.